ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കവരത്തിയിലെ വീട്ടിലെ ഹോം ടൂറാണ്. നമ്മൾ ആന്ധ്രത്തിലെ തറവാട് വീടൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കവരത്തിയിലേതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അല്ലേ? അതെ. കവരത്തിയിലെ തെക്ക് ഭാഗത്താണ് നമ്മുടെ വീടുള്ളത്. ഭയങ്കര തെക്കോട്ടല്ല. ഹൈസ്കൂളിന്റെ ഒക്കെ നേരെ, ഹൈസ്കൂളിന്റെ നേരെ മേലാബായിലേക്കാണ്. അതായത് ബീച്ചിന്റെ സൈഡിലേക്കാണ്. അതെ, പടിഞ്ഞാറ്. ശരിയാ, പടിഞ്ഞാറ് ബീച്ചിന്റെ സൈഡിലേക്കാണ് നമ്മുടെ വീട്. ഹൈസ്കൂളിന്റെ നേരെയാണ്. പോലീസ് സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് ഹെലിപ്പാഡിലേക്കൊക്കെ പോകുന്ന റൂട്ടില് ശവപ്പറമ്പൊക്കെ എത്തുന്നതിന് മുമ്പാണ് ഈ വീട്. അതെ, ഞാൻ വീട് ഫുള്ളായിട്ട് നിങ്ങൾക്ക് ആദ്യം പുറത്തുനിന്ന് ഒന്ന് കാണിച്ചു തരാം. പിന്നെ നമുക്ക് വീടിന്റെ അകത്തേക്ക് കയറാം. താഴെ വാടക കൊടുത്തേക്കുവാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ താഴെ കാണിക്കുന്നില്ല. അവർക്ക് അവരുടേതായ പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ താമസിക്കുന്നു. ഒന്നാമത് നമ്മുടെ ഭാഷ ഒന്നും പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷെ അവർക്ക് കുഴപ്പമൊന്നും എടുക്കുന്നതിന് അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ അവരുടെ പ്രൈവസി ഒക്കെ മാനിച്ചുകൊണ്ട് വീഡിയോ താഴെ എടുക്കുന്നില്ല. നമ്മൾ ഈ മുകളിലത്തെ നമ്മളിപ്പോ താമസിക്കുന്ന ഈ ഭാഗവും ഇതിന്റെ മുകളിൽ ഒരു ചെറിയൊരു പാർട്ടും കൂടെ ഉണ്ട്. അതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ? അതെ. ഇത് നമ്മുടെ വീടിന്റെ പുറത്തുനിന്നുള്ള വ്യൂ ആണ് കേട്ടോ. റോഡിൽ നിന്ന് കഴിഞ്ഞാലുള്ള വ്യൂ ആണ് കാണുന്നത്. ഈ മൊത്തത്തിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്നതാണ് കേട്ടോ. ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഈ വീട്ടിലേക്ക് നമ്മൾ മാറുന്നത്. നമ്മൾ അതിന് മുൻപ് ഗവൺമെൻറ് ക്വാർട്ടേഴ്സിലായിരുന്നു. പാപ്പ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ക്വാർട്ടേഴ്സിലായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ സ്വന്തമായിട്ട് വീട് വെച്ച് ഇങ്ങോട്ട് മാറുന്നത് ഞാൻ 7th പഠിക്കുമ്പോഴാണ് കേട്ടോ. ഇതാണ് താഴെ നമ്മൾ പറഞ്ഞല്ലോ റെൻറ്റിന് കൊടുത്തേക്കുവാണ്. മിനിക്കോയിലുള്ള ആൾക്കാരാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റെയറൊക്കെ പുറത്തുനിന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ വാടകയ്ക്ക് കൊടുക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് വീട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റെയറൊക്കെ പുറത്തുനിന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കവരത്തിയിലെ തലസ്ഥാനം ആയതുകൊണ്ട് എപ്പോഴും വീടിന് ആൾക്കാരുണ്ടാവും. പിന്നെ നമ്മുടെ നാട് ആന്ധ്രത്താണല്ലോ. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാവുകയില്ല. പിന്നെ കവരത്തിലൊക്കെ വീടിന് അത്യാവശ്യം നല്ല ഡിമാൻഡും കൂടിയാണ്. അതുകൊണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ നമ്മൾ പോവാൻ വേണ്ടിയിട്ടായതുകൊണ്ട് സാധനങ്ങളൊക്കെ കെട്ടി വെച്ചതാണ്. അതെ, ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. അമ്മ എന്ത് പറയുന്നു? ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. ഇവിടെ ഇരിക്കുമ്പോൾ നല്ല ഒരു പോസിറ്റീവ് എനർജി. കാരണം എപ്പോഴും ഈ റോഡിൽ കൂടെ വണ്ടിയും ആൾക്കാരൊക്കെ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. മെയിൻ റോഡാണ്. ഹെലിപ്പാഡിലോട്ട് പോകുന്ന റോഡാണത്. അപ്പൊ നമുക്ക് അകത്ത് കയറാം. ഓക്കെ, അപ്പോ ഇത് നമ്മുടെ ഡൈനിങ് റൂമാണ്. നമ്മുടെ ഹാളാണ്. അപ്പോ നമ്മൾ താമസിക്കാത്തതുകൊണ്ട് ഇവിടെ ഡൈനിങ് ടേബിൾ താഴത്തെ ഫ്ലോറിലാണ് ഉള്ളത്. അത് അവര് വാടകയ്ക്ക് താമസിക്കുന്നവരാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ അറിയില്ലാത്ത കാരണം നമ്മൾ അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. ഇവിടെ ആയിരുന്നു നമ്മുടെ TV ഒക്കെ സെറ്റ് ചെയ്തിരുന്നത്. ഇവിടെ ടീപ്പോയൊക്കെ ഇതിൻ്റെ താഴെ വെച്ചേക്കുവാണ്. ഇവിടെ താമസിക്കാത്ത കാരണം അങ്ങനെ വെച്ചേക്കുവാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹാള് എല്ലാവരും കണ്ടല്ലോ ഫുള്ളായിട്ട്. നമുക്ക് ഇവിടുത്തെ ആദ്യത്തെ റൂമിലേക്ക് കയറാം. ഇതാണ് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം. ഇവിടെയാണ് ബെഡ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതെൻ്റെ വെയിങ് മെഷീനാണ് കേട്ടോ. ഇത് എവിടെ പോകുന്നുണ്ടെങ്കിലും ഞാൻ കൊണ്ടുപോകും. 2 ദിവസത്തേക്ക് പോകുന്നുണ്ടെങ്കിലും വെയിങ് മെഷീനായിട്ട് മാത്രമേ ഞാൻ പോവുള്ളൂ. ഇത് നമ്മുടെ ഷെൽഫാണ്, ഉമ്മാൻ്റെ ഷെൽഫാണ് അല്ലേ? അതെ. അപ്പോ ഞാൻ ഒരു ഷെൽഫ് വാങ്ങി വെച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടി. അതെ, പിന്നെ അതെ കണ്ടില്ലേ, അങ്ങോട്ടാണ് നമ്മുടെ വാഷ്റൂം വരുന്നത്. ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചു കൊടുക്കാം. എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നാളെ പോകുന്ന കാരണം ഇവിടെയാണ് നമ്മുടെ വാഷ്റൂം വരുന്നത്. ഓക്കെ, ഇവിടെ നമുക്കൊരു മിറർ വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ AC സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ 2
ജനലുകളാണ് വരുന്നത്. അപ്പോൾ ഈ റൂം മൊത്തത്തിൽ കണ്ടല്ലോ. ഇനി നമുക്ക് അടുത്ത റൂമിലോട്ട് പോവാം അല്ലേ? അതെ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു റൂമുണ്ട്. നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ റൂമാണ്. നമ്മുടെ സാധനങ്ങളൊക്കെയാണ്, ബാഗും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. ഇതിവിടെ വെച്ചതാണ് അങ്ങനെ. അപ്പൊ ഇത് നിസ്കാരത്തിനുള്ള റൂമാണ്, ചെറിയൊരു റൂമാണ്. പിന്നെ നമുക്ക് സ്റ്റോറായിട്ട് വേണമെങ്കിൽ അങ്ങനെ, അതായത് ഡ്രസ്സോ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. നിസ്കാരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ റൂം ഉണ്ടാക്കിയത്. ഓക്കെ, ഇത് നമുക്ക് ഇവിടെയാണ് നമ്മുടെ വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ അടുത്ത റൂമാണ്. ഇവിടെ 2 കട്ടിൽ വെച്ചിട്ടുണ്ട്. ഇത് അത്യാവശ്യം കുറച്ചും കൂടി വലിയ റൂമാണ്. ഇത് 2 കട്ടിലും കാര്യങ്ങളും ഉണ്ട്. അതും റൂം വലുതാണ്, ഷെൽഫ് വെച്ച വേണം കുറച്ച് സ്ഥലം പോയി. ഈ റൂമിൽ AC ഇല്ല, ആ റൂമിൽ മാത്രമാണ് AC ഉള്ളത്. ഇവിടെ ഉപയോഗിച്ച തൊട്ടിലിന്റെ കയറാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തൊരു ഡ്രസ്സിങ് റൂം പോലെ വരുന്നുണ്ട് ചെറുതായിട്ട്. ഇവിടെ ഡ്രസ്സിങ് റൂം പോലെ ഷെൽഫൊക്കെ കൊടുത്തിട്ട് ചെയ്തതാണ്. പിന്നെ നമുക്ക് വാഷ്റൂം നോക്കാം. ഇവിടെയും അറ്റാച്ച്ഡ് തന്നെയാണ്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ വാഷ്റൂം. കണ്ടില്ലേ? ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം അല്ലേ? അപ്പം നമുക്കിനി കിച്ചണിലേക്ക് പോവാം. ഈ റൂം നിങ്ങളെല്ലാവരും കണ്ടല്ലോ. ഇതാണ് റൂം. നമ്മൾ പോകുന്നത് കിച്ചണിലേക്കാണ്. ഇവിടെ തന്നെയാണ് കിച്ചൺ വരുന്നത്. ഒരു ചെറിയൊരു ഒതുങ്ങിയ ടൈപ്പ് കിച്ചണാണ്. ഇവിടെ കുറേ ഷെൽഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നമ്മുടെ ഗ്രൈൻഡറാണ് കേട്ടോ. പിന്നെ ഇവിടെയാണ് സിങ്ക് വെച്ചിട്ടുള്ളത്, ചെറിയൊരു സിങ്കാണ്. നമ്മളിവിടെ ഈ പ്രാവശ്യം വന്നിട്ട് കുക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല. കാരണം നമുക്ക് സ്റ്റൗവോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല. സ്റ്റൗ ഉണ്ട് നമുക്ക്, ഗ്യാസ് നമ്മുടെ താഴെയുള്ളവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരാഴ്ചത്തേക്കിനി അവരുടെ അടുത്ത് നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അവർക്കും അത് ബുദ്ധിമുട്ടാവും. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടില്ല. പിന്നെ പരിചയക്കാരൊക്കെ നമുക്ക് ഫുഡ് കൊണ്ടുവന്ന് തന്നു. അതെ, നമ്മുടെ അതെ. പിന്നെ നമ്മൾ കുറെ വാങ്ങുകയും ചെയ്തു പുറത്തുനിന്ന്. അങ്ങനെയൊക്കെ നമ്മൾ ഒപ്പിച്ച് എന്തായാലും ഇവിടം വരെ എത്തി. നമ്മൾ നാളെ കയറുവാണ് ഇൻഷാല്ലാ. ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് നമ്മൾ എന്തായാലും മിക്കവാറും കേരളത്തിൽ എത്തിയിട്ടുണ്ടാവും. പിന്നെ ഇത് വെള്ളം എടുത്ത് വെച്ചാണ് കേട്ടോ. ഇവിടുത്തെ വെള്ളം നമുക്ക് കുടിക്കാൻ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഉപ്പ് രസമാണ്, ചെറുതൊരു ഉപ്പ് രസമുണ്ട്. അത് കാരണം നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കാറില്ല. അപ്പൊ നമ്മള് ഇത് പോയി വേറെ കിണറ്റിന്ന് എടുത്തോണ്ട്, കടൽ ശുദ്ധീകരിക്കുന്നതിന്റെ എന്തോ പൈപ്പ് പൊട്ടിയിട്ട് അത് കുറെ 1 മാസത്തോളമായി എന്ന് തോന്നുന്നു. എനിക്ക് വെള്ളം കിട്ടുന്നു. 1 മാസമൊന്നുമല്ല, കുറച്ച് മാസങ്ങളായി എന്നാ പറഞ്ഞത്. അപ്പൊ അത്ര ആയി വെള്ളം കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും കുറച്ച് ദൂരെയുള്ള കിണറ്റിൽ നിന്നാണ് എടുത്തോണ്ട് വരുന്നത്. അപ്പൊ നമ്മളും പോയി അവിടെ നിന്ന്, പിന്നെ അനിയത്തിയുടെ വീട്ടിൽ നിന്ന് അവിടെ ഫിൽറ്ററില് അതിൽ നിന്നും വെള്ളം കേരളത്തിലേക്ക് എടുത്തോണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് വെള്ളം കിട്ടാതിരുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. NIOT, അതായത് കടൽ വെള്ള ശുദ്ധീകരണത്തിലൂടെയാണ് നമുക്ക് ഇവിടെ കവരത്തിയിൽ വെള്ളം കിട്ടുന്നത്. മിക്ക സ്ഥലങ്ങളിലും ഉപ്പ് രസമുണ്ട് വെള്ളത്തിന്. അതുകൊണ്ട് നമ്മൾ അത് തന്നെ കുടിച്ച് ശീലിച്ചതുകൊണ്ട് ഇവിടെ കിണറിലെ വെള്ളം കുടിക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. ഇതൊന്നുമല്ല, ഇതൊക്കെ നമ്മൾ കുപ്പികൾ വാങ്ങിയതായിരുന്നു കേട്ടോ. ഇതൊന്നും അല്ല, ഒരുപാടുണ്ടായിരുന്നു. അതൊക്കെ എവിടെ കൊടുത്തു. ഇപ്പോഴും ക്ലീനിങ്ങിലാണ്, മൊത്തത്തിൽ കഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അത്രയും നമ്മൾ മിനറൽ വാട്ടർ ആയിരുന്നു വാങ്ങി കുടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ ഫിൽറ്ററിൽ നിന്ന്, ഉമ്മാൻ്റെ അനിയത്തിയുടെ വീട്ടിൽ നിന്ന് ഫിൽറ്ററിൽ നിന്ന് പോയി വെള്ളം എടുത്തുകൊണ്ട് വന്നു. ഇവിടെ നമുക്ക് ഒരു ഷെൽഫ് പോലെ ഇത് നമ്മൾ ഉണ്ടാക്കിച്ചെടുത്തതാണ്. ഒരു ഒതുങ്ങിയ ടൈപ്പ് കിച്ചണാണ്. ഇവിടെ
നമ്മൾ കെറ്റിൽ വെച്ചിട്ടുണ്ട്. ഇതും നമുക്ക് ചായ കുടിക്കാൻ പോലും ഒന്നും ഇല്ലാത്ത കാരണം ഉമ്മാൻ്റെ ഫ്രണ്ട് കൊടുത്തതാണ്. നമ്മൾ പോകുന്നവരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾക്ക് ഇവിടെ ഉള്ളപ്പോൾ ചായയെങ്കിലും ഉണ്ടാക്കി കുടിക്കാമല്ലോ. 3-4 ലെയറായിട്ട് നമുക്ക് സ്ലാബ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ ഒതുങ്ങി പോകും. അതെ, ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ 1-ാം തീയതി പോകും. ഇൻഷാല്ലാ 2-ാം തീയതി ഇവിടെ വാടകക്കാർ വരുന്നുണ്ട്. അവർ ഇന്നലെ രാത്രി വന്ന് വീടൊക്കെ കണ്ടിട്ട് പോയി. ഇഷ്ടപ്പെട്ടു. എന്തായാലും അവർ ഇവിടെ തന്നെ വരുമെന്നും പറഞ്ഞിട്ടാ പോയത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ നില ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് മുകളിലേക്കും കൂടി പോകണം. ലൈറ്റ് ഓഫ് ആയിക്കോമ്മ. ഓക്കെ, അപ്പോൾ നമുക്കിനി മുകളിലേക്ക് പോവാം. മുകളിൽ ഒരു ചെറിയ സെക്ഷൻ കൂടി നമുക്കുണ്ട്. അപ്പോൾ അവിടെ ഇതുവരെ നമ്മൾ താമസിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ അവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ വന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അതൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഭാഗം കൂടി എന്തായാലും കാണാം. ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗമാണ് കേട്ടോ ഈ മുകളിലത്തെ ഭാഗം. അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്ത ഭാഗമാണ് കേട്ടോ. നമുക്ക് കാണാം എന്തായാലും. ഇതാണ് നമ്മുടെ മുകളിലത്തെ റൂം. ഇത് ഇവിടെയൊക്കെ നമ്മൾ നാട്ടിലേക്ക് കയറ്റി വിടാനുള്ള സാധനങ്ങൾ കെട്ടിവെച്ചതാണ്. ഇനി അടുത്ത കപ്പലിൽ നാട്ടിലേക്ക് കയറ്റി വിടണം. അപ്പം നമുക്ക് അകത്തേക്ക് പോവാം. ഇതാണ് നമ്മുടെ ഇവിടുത്തെ. ഇതൊരു ഒറ്റ മുറി പോലെയാണ് കേട്ടോ. ഒറ്റ മുറി പോലെ ബാച്ചിലേഴ്സിനൊക്കെ താമസിക്കാൻ പറ്റിയ ഒരു സെറ്റപ്പാണ്. നമ്മളിത് ഡെയിലി റെൻറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ AC കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു ഡബിൾ കോട്ട് ബെഡും പിന്നെ അതെ ഇവിടെ ഒരു സിംഗിൾ കോട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതെ ഇവിടെ നമ്മൾ 2 ഇരിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, ടീപ്പോയും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ ഒരു ടേബിളും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതെ ഫ്രിഡ്ജും. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജായിരുന്നു, പുതിയ ഫ്രിഡ്ജായിരുന്നു. നമ്മൾ കവരത്തിയിലുള്ളപ്പോൾ ഉള്ള ഫ്രിഡ്ജായിരുന്നു. ഇതിൻ്റെ താഴെയാണ് ഫ്രീസർ വരുന്നത്. ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫ്രിഡ്ജായിരുന്നു കേട്ടോ. ഇത് കയറ്റി കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മളിവിടെ വെച്ചിട്ട് പോയതാണ്. അപ്പോൾ ഇത് വലിയ ഫ്രിഡ്ജാണ്. ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്കിതിൽ വെക്കാൻ പറ്റും. അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫ്രിഡ്ജ്. പിന്നെ ഇവിടെ ഒരു കിച്ചൺ പോലെ കുറച്ച് പാത്രവും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇവിടെ സിങ്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ സിങ്ക് വരുന്നുണ്ട്. ഇതേ നോക്കിക്കേ, നമുക്ക് അത്യാവശ്യം വേണ്ട കുക്കിംഗ് ഒക്കെ നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റും. ഇതുവരെ നമ്മളിത് കൊടുത്തിട്ടില്ല, ഇപ്പോൾ കൊടുക്കാൻ വേണ്ടി പോവാണ്. അതായത് ഇപ്പോഴാണ് നമ്മളിവിടെ വന്ന് ക്ലീൻ ചെയ്ത്. ഇതിനകത്ത് ഫുൾ സാധനമായിരുന്നു. നമ്മൾ പെട്ടെന്നായിരുന്നു കവരത്തിൽ നിന്ന് പോയത്, പാപ്പ റിട്ടയർഡ് ആയപ്പോൾ. അപ്പോൾ സാധനങ്ങളൊക്കെ ഇവിടെ ഇതിനകത്ത് കയറ്റിയിട്ട് താഴെ നമ്മളിപ്പോൾ താമസിക്കുന്ന ആ ഭാഗം റെൻറ്റിന് കൊടുത്തേക്കുമായിരുന്നു. അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ ബാത്റൂം കൂടി കാണാം. അതെ, ഇതാണ് ഇതിൻ്റെ വാഷ്റൂം. നമുക്ക് ഷവറും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് ഫുള്ളായിട്ട് കണ്ടല്ലോ. ഇനി നമുക്ക് ഇതിവിടെ ഒരു വരാന്ത പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിനെ ഒന്ന് ഈ കെട്ടൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇവിടെ ഒന്നും കൂടി ക്ലീൻ ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ഇരിക്കാനൊക്കെ പറ്റും. നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ, കാറ്റൊക്കെ കൊണ്ട്. പിന്നെ നമുക്കിനി മുകളിലോട്ട് പോവാം. അപ്പോൾ നമ്മളിവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് കയറ്റാൻ വേണ്ടിയിട്ട് കെട്ടി വെച്ചതാണ് കേട്ടോ. ഇവിടെയൊക്കെ ഒന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. ഇതിവിടെ നമ്മൾ ഡ്രസ്സൊക്കെ വിരിച്ചിടുന്ന സ്ഥലമാണ്. ഇവിടെയൊക്കെ ഇനിയും കുറച്ച് ഇതൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്. ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെയൊക്കെ നമുക്ക് വാഷ് ബേസിൻ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ്. ഇവിടെ ഇങ്ങനെ നമ്മൾ ഗ്ലാസ് ഇട്ടിട്ട് മറച്ചതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പ് ഒന്ന് കയറി മുകളിലേക്ക് നോക്കാം. മുകളിലേക്ക് കയറുമ്പോൾ ബീച്ചൊക്കെ കാണാൻ പറ്റും. നല്ല വ്യൂ ആണ്. കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ വ്യൂ. ഇവിടെയാണ് നമ്മുടെ
ടാങ്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ഇവിടെയൊക്കെ നമുക്ക് രാത്രി വന്ന് കിടക്കാൻ പറ്റും കേട്ടോ. നല്ല രസമാണ് ഇവിടെ കിടക്കാൻ. ഞങ്ങൾ ഇടയ്ക്ക് വന്ന് കിടക്കാറുണ്ടായിരുന്നു മുമ്പ്, എമ്മി ഉണ്ടാവുന്നതിനൊക്കെ മുമ്പ് കേട്ടോ. നല്ല ഭംഗിയില്ല കാണാനായിട്ട്. ഇപ്പോൾ മൊത്തത്തിലിത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടുത്തെ സാധനങ്ങളൊക്കെ മാറ്റി ക്ലീൻ ചെയ്ത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. അതെ, ഈ സൈഡും എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് മാറ്റും, നാട്ടിലേക്ക് അയക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീട് മുഴുവനായിട്ടും കണ്ടല്ലോ. ഇപ്പം ഞാൻ വേറെ ഡ്രസ്സിലാണല്ലോ നിൽക്കുന്നത്. താഴത്തെ പാർട്ട് എടുത്തിട്ട് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ മുകളിലത്തെ പാർട്ട് എടുക്കുന്നത്. ആ ടൈമിൽ പിന്നെ എമ്മിനെ നോക്കാൻ വേണ്ടിയിട്ടോ എന്തോ കാര്യത്തിനായിട്ട് പിന്നെ ഈ മുകളിലോട്ട് വരാൻ പറ്റിയില്ല. ഇപ്പോഴാണ് മുകളിലേക്ക് വരുന്നത്. ഇപ്പം നമ്മൾ ഒന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നാളെയാണ് നമ്മൾ ഇവിടുന്ന് കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്ക് കുറച്ച് സ്ഥലത്തൊക്കെ പോകാനുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീടൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം, ഉടനെ തന്നെ വരാം. അപ്പോൾ ഇവിടുന്ന് പോകുന്ന സങ്കടത്തിലൊക്കെയാണ് ഞാൻ. നാളെ കപ്പൽ കയറണം. നാളെ രാവിലെ തന്നെയാണ് നമുക്ക് കപ്പൽ കയറേണ്ടത്. 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കയറണം. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.